കെ.എസ്.ഇ.ബിയുടെ സ്മാർട്ട് മീറ്റർ പദ്ധതി എന്താണെന്ന് ഒരുവിധം എല്ലാവർക്കും ഇപ്പോൾ അറിയായിരിക്കും. ഉടൻ തന്നെ അത് നിലവിൽ വരാനും സാധ്യതയുണ്ട്. അപ്പോൾ എന്താണ് ഈ കെ.എസ്.ഇ.ബിയുടെ സ്മാർട്ട് മീറ്റർ? അത് സാധാരണക്കാരായ ഉപഭോക്താക്കളെ, നമ്മളെ എങ്ങനെ ബാധിക്കും എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ. നമസ്കാരം, ഞാൻ ബിജു അർജുൻ, BS ഇലക്ട്രിക്കൽ സൊല്യൂഷൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കെ.എസ്.ഇ.ബിയുടെ സ്മാർട്ട് മീറ്റർ വരുന്നതോടുകൂടി കെ.എസ്.ഇ.ബിയുടെ ജോലിഭാരം വളരെയേറെ കുറയുകയാണ്. അവർക്ക് അവിടെ ഇരുന്നു കൊണ്ട് തന്നെ, അവരുടെ ഓഫീസിൽ ഇരുന്നു കൊണ്ട് തന്നെ റീഡിങ് കാര്യങ്ങളെല്ലാം മാനേജ് ചെയ്യാം. പിന്നെ മീറ്റർ റീഡർ വീട്ടിലേക്ക് വരേണ്ട കാര്യമില്ല. മറ്റു ഫോൾട്ടുകളോ മറ്റോ ഉണ്ടെങ്കിൽ അറിയാൻ പറ്റും. അങ്ങനെ നിരവധി നിരവധി ഉപകാരങ്ങളാണ് കെ.എസ്.ഇ.ബിക്ക് ഉള്ളത്. അതുപോലെ കെ.എസ്.ഇ.ബിക്ക് കുറേ പ്രതിസന്ധികളും ഇതിനകത്തുണ്ടാവും. ജോലിക്കാരുടെ കാര്യത്തിൽ വരാം, സെർവറിന്റെ ഇഷ്യൂസ് വരാം, നെറ്റ്വർക്കിങ്ങിന്റെ കാര്യങ്ങൾ വരാം. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിനെപ്പറ്റിയൊന്നും നമ്മൾ ചിന്തിച്ച് തലമുണ്ടാക്കേണ്ട. ഒരു കൺസ്യൂമർ എന്ന രീതിയിൽ നമുക്ക് എന്തൊക്കെയാണ് ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്നുള്ള കാര്യങ്ങളിലേക്ക് നമുക്ക് പോകാം. ഒരു ഇലക്ട്രീഷ്യൻ എന്ന നിലയിൽ എൻ്റെ കുറച്ച് കാഴ്ചപ്പാടുകൾ ഞാൻ പറയാം. ഇത് ചിലപ്പോൾ ഇപ്പോൾ നിലവിലുള്ള ഉപഭോക്താക്കളായ ആൾക്കാർക്കും ഇലക്ട്രീഷ്യന്മാർക്കും അങ്ങനെയുള്ള പലർക്കും ഇത് പ്രയോജനപ്പെട്ടെന്ന് വരാം. ഒരു മുൻകരുതൽ എന്ന രീതിയിലാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ 2028 കൂടിയൊക്കെ ഡൊമസ്റ്റിക് പർപ്പസിലും ഈ ഒരു സ്മാർട്ട് മീറ്ററിംഗ് സമ്പ്രദായം കൊണ്ടുവരണമെന്നാണ് കെ.എസ്.ഇ.ബിയുടെ ഒരു താല്പര്യം. അത് പ്രായോഗികമാകുന്ന എന്ന് പ്രായോഗികമാവും, എപ്പം എത്രത്തോളം പ്രതിസന്ധികൾ അതിനുണ്ട്, അതിനെപ്പറ്റിയൊന്നും നമുക്ക് ബേജാറാവേണ്ട കാര്യമില്ല. കെ.എസ്.ഇ.ബിക്ക് എന്തുകൊണ്ടും സ്മാർട്ട് മീറ്റർ ഒരു ഗുണകരമാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ചെലവുകളെ പറ്റിയൊക്കെ ഒരുപാട് അതിന് സബ്സിഡിയും അങ്ങനെയുള്ളതിനെ പറ്റി ഒരുപാട് ചർച്ചകളും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അതൊക്കെ നമുക്ക് വിടാം. പക്ഷേ നമ്മളിലേക്ക് അത് എത്തുമ്പോൾ നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ളതിനെ പറ്റി നമുക്ക് ഒന്ന് പറയുമ്പോൾ, ആദ്യം ശ്രദ്ധിക്കേണ്ടത് ഇലക്ട്രീഷ്യന്മാരാണ്. അതുപോലെ നിലവിലെ കൺസ്യൂമേഴ്സിനെയും ഇത് ബാധിക്കും. അതെങ്ങനെയാന്ന് പറയാം. നമ്മുടെ ഈ സ്മാർട്ട് മീറ്ററിന് ഒരു പ്രത്യേകതയുണ്ട്. അതിൽ ഏകദേശം 163 മറ്റോ ഇൻഫർമേഷൻസ് അതിനകത്ത് കളക്ട് ചെയ്യാനും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനൊക്കെ പറ്റുന്നൊരു സമ്പ്രദായമാണ് ഈ സ്മാർട്ട് മീറ്റർ. അപ്പോൾ അവർക്ക് അവിടെ ഇരുന്നു കൊണ്ട് തന്നെ ഇതിൻ്റെ എല്ലാ റീഡിങ്ങും കാര്യങ്ങളും എല്ലാം മനസ്സിലാക്കാൻ കഴിയും. അത് നമ്മളിപ്പോൾ കെ.എസ്.ഇ.ബിയിൽ ഒരു കണക്ഷൻ എടുക്കാൻ വേണ്ടിയിട്ട് ആപ്ലിക്കേഷൻ കൊടുക്കുമ്പോൾ, ഇപ്പോഴത്തെ സാഹചര്യമാണ് ഞാൻ പറഞ്ഞു വരുന്നത്. കെ.എസ്.ഇ.ബിയിൽ ആപ്ലിക്കേഷൻ കൊടുക്കുന്ന സമയത്ത് അതിനകത്ത് നമ്മുടെ കണക്ട് ലോഡ് എത്രയാണോ, ചിലപ്പോൾ ഒരു 6 കിലോ വാട്ടോ 7 കിലോ വാട്ടൊക്കെ കാണും നമ്മുടെ ഒരു ടോട്ടൽ കണക്ട് ലോഡ്. നമ്മളതൊരു 4000, 3500 എന്നൊക്കെ എഴുതിയാണ് കണക്ഷൻ എടുക്കാൻ കൊടുക്കുന്നത്. അപ്പോൾ അവിടുത്തെ അത് ഇൻസ്പെക്ഷൻ വരുന്നവർ അത് നോക്കിയിട്ട് വലിയ പ്രശ്നമൊന്നുമില്ല എന്ന് പറഞ്ഞു നോക്കും. കാരണം കുറച്ച് പ്ലഗ് പോയിന്റുകളും ലൈറ്റുകളൊക്കെ മാത്രമേ നിലവിൽ എപ്പോഴും കാണത്തുള്ളൂ. നമ്മൾ വീട്ടിൽ താമസമൊക്കെ തുടങ്ങി കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്ക് ഒരു AC വെക്കുന്നു. അത് കഴിഞ്ഞ് അടുത്ത ഒരു AC കൂടെ വെക്കുന്നു. പിന്നെ ഹീറ്റർ വെക്കുന്നു. അങ്ങനെ കണക്ട് ലോഡ് കൂടി വരുമ്പോൾ അത് നല്ലൊരു ലോഡായിരിക്കും. ഓക്കെ. അപ്പോൾ ഇപ്പോഴത്തെ ഒരു സമ്പ്രദായത്തിൽ അതൊരു പ്രശ്നമല്ല. ചിലപ്പോൾ വർഷത്തിൽ ഒരിക്കലോ മറ്റോ ഒരു അഡീഷണൽ ക്യാഷ് ഡെപ്പോസിറ്റോ മറ്റോ അടയ്ക്കാൻ വരും. അല്ലെങ്കിൽ അതിലും കൂടുതലൊക്കെ ആണെങ്കിൽ കെ.എസ്.ഇ.ബി പറയും 3 ഫേസിലോട്ട് മാറാൻ പറയും. ഇനി വരുന്ന സാഹചര്യത്തിൽ നമുക്ക് വളരെ ഒരു ബുദ്ധിമുട്ടുണ്ടാകും. കാരണം സ്മാർട്ട് മീറ്റർ ആണ് ഇനി വരാൻ പോകുന്നത്. അത് എന്ന് വരും എന്നൊന്നും ഞാൻ തീർത്ത് പറയുന്നില്ല. അതൊക്കെ ഒരുപാട് പ്രതിസന്ധികളുടെ കെ.എസ്.ഇ.ബിയുടെ മുന്നിലുണ്ട്. അതൊക്കെ പരിഹരിച്ചുകൊണ്ട് അവർ തീർച്ചയായിട്ടും വരും. കാരണം കെ.എസ്.ഇ.ബിക്ക് അത് ലാഭം ഉള്ളൊരു കാര്യം തന്നെയാണ്. ജോലിഭാരം കുറയ്ക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ നമുക്ക് ഇനി സ്മാർട്ട് മീറ്റർ വന്നു കഴിഞ്ഞാൽ, നിലവിലുള്ള വയറിങ്ങിലെ കാര്യം ഞാൻ പറയാം. സ്മാർട്ട് മീറ്റർ വന്നു കഴിഞ്ഞാൽ അതിനകത്ത് സിംഗിൾ ഫേസിന് 5000 വാട്ട്സ് മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. അതായത് 5 കിലോ വാട്ട് മാത്രമേ സിംഗിൾ ഫേസിൽ ഉപയോഗിക്കാൻ പാടുള്ളൂ. നമ്മുടെ വീടുകളിൽ മിക്കതും സിംഗിൾ ഫേസുകളാണ്. ഈ ചിലപ്പോൾ 2 AC ഉപയോഗിക്കുന്നുണ്ട്, ചിലപ്പോൾ 3 AC ഒക്കെ അപൂർവമായിട്ടാണ് സിംഗിൾ ഫേസിൽ ഉപയോഗിക്കുന്നത്. 2 ACയും ഹീറ്ററും അങ്ങനെയുള്ള എല്ലാ ലോഡുകളും മോട്ടറും അങ്ങനെ എല്ലാം ഉപയോഗിക്കുന്നുണ്ട്. ആ സമയത്ത് ഒരു 2 ACയും ഒരു ഹീറ്ററും കൂടെ ഒക്കെ ഒന്ന് ഓൺ ആകുമെങ്കിൽ 5000 വാട്ട്സിന് മുകളിലായിരിക്കും അവിടെ കണക്കിൽ ലോഡ് വരുന്നത്. അങ്ങനെ വരുമ്പോൾ ഈ സ്മാർട്ട് മീറ്റർ കട്ട് ഓഫ് ആവും. കട്ട് ഓഫ് ആയി കഴിഞ്ഞാൽ വീടിനകത്തോട്ട് കറണ്ട് കിട്ടത്തില്ല. അപ്പോൾ നമുക്ക് അവിടെ ഒരു കെ.എസ്.ഇ.ബിയെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് നമുക്കൊരു കണക്ഷൻ എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഉറപ്പായിട്ടും നമ്മൾ ഇപ്പോൾ നിലവിലെ കൺസ്യൂമേഴ്സ് നല്ലൊരു ശതമാനവും ഇതിലോട്ട് മാറേണ്ടി വരും. സിംഗിൾ ഫേസിൽ നിന്നും 3 ഫേസിലേക്ക് മാറേണ്ടി വരും. അപ്പോൾ ഒരു ഭാരിച്ച ഒരു ചെലവ് അവർക്ക് വരാൻ സാധ്യതയുണ്ട് സ്മാർട്ട് മീറ്റർ വരുമ്പോൾ. സിംഗിൾ ഫേസ് കണക്ഷൻ എടുത്തിരിക്കുന്നവരെല്ലാം ഇപ്പോൾ ഡിസ്ട്രിബ്യൂഷൻ ബോക്സ് DB ചേഞ്ച് ചെയ്യണം. പിന്നെ അവിടെ എല്ലാം വെട്ടിപ്പൊട്ടിച്ച് പുതിയ DB സ്ഥാപിക്കണം. മീറ്റർ ബോക്സിന്റെ കാര്യത്തിൽ ഇത് തന്നെയാണ്. അവിടെ വെട്ടിപ്പൊളിച്ച് പുതിയ മീറ്റർ ബോക്സ് സ്ഥാപിക്കണം. പിന്നെ അതിന്റെ ലേബർ കോസ്റ്റ് വരും. അത് കഴിഞ്ഞ് അവിടെ പ്ലാസ്റ്ററിങ് ചെയ്യണം, പിന്നെ പെയിന്റിങ് ചെയ്യണം, വയറിങ്ങിൽ റീഅറേഞ്ച് ചെയ്യണം. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ആ ഒരു വയറിങ്ങിന്റെ പുറകിൽ വരും. അപ്പോൾ വലിയ ഒരു സാമ്പത്തിക ബാധ്യത തന്നെ വരും. ഇപ്പൊ നിലവിലുള്ള കൺസ്യൂമേഴ്സിനാണ്, ഉപഭോക്താക്കൾക്കാണ് അത് വരാൻ സാധ്യതയുള്ളത്. ഇനി നമുക്ക് പുതിയ വയറിങ്ങുകൾ ചെയ്യുന്നവർക്ക് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഞാനീ പറയുന്ന കാര്യങ്ങൾ കൃത്യമാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ മാക്സിമം നിങ്ങളിത് നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും മറ്റ് ഇലക്ട്രീഷ്യന്മാർക്ക്, നിങ്ങൾക്ക് പരിചയമുള്ള ഇലക്ട്രീഷ്യന്മാർക്കൊക്കെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഭാവിയിൽ ഒരു ബുദ്ധിമുട്ട് വരാതിരിക്കാൻ ഇത് വളരെ പ്രയോജനപ്പെടുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്.
അപ്പോൾ ഇനി ചെയ്യുന്ന വീടുകൾക്ക് ചെയ്യേണ്ടത് ഒരു 1000 സ്ക്വയർ ഫീറ്റിന് മുകളിലോട്ടൊക്കെ വീടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് 3 പീസിൽ തന്നെ വയറിങ് ചെയ്യുക. 3 പീസ് വയറിംഗ് എന്ന് പറയുമ്പോൾ അധിക ചിലവായിട്ട് വരുന്നത് നമുക്കൊരു ഡിസ്ട്രിബ്യൂഷൻ ബോക്സ്, DBയും മീറ്റർ ബോക്സും. ഇത് രണ്ടും നിലവിൽ സിംഗിൾ പീസിലും വേണം. പക്ഷേ ഇതിന്റെ രണ്ടിന്റെ വലിപ്പം അല്പം കൂടും. പിന്നെ എർത്തിങ്. ഈ 3 കാര്യങ്ങൾ ആദ്യം തന്നെ നമ്മൾ ഒരു ഇത്തിരി കൂടെ സാമ്പത്തികം മുടക്കി ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഭാവിയിൽ ഒരു ബുദ്ധിമുട്ട് വരത്തില്ല. ഇപ്പോൾ നമ്മുടെ വീടിന് അടുത്തൊന്നും ഒരു 3 പീസ് ലൈൻ വന്നിട്ടില്ല, ഓവർ ഹെഡ് ലൈൻ വന്നിട്ടില്ല, ഡിസ്ട്രിബ്യൂഷൻ ലൈൻ വന്നിട്ടില്ല. എങ്കിൽ പോലും നിങ്ങൾ ചെയ്യേണ്ടത് 3 പീസ് വയറിംഗ് ചെയ്യുക. അതിനുശേഷം സിംഗിൾ പീസ് കണക്ഷൻ എടുക്കുക. അപ്പോൾ ആ ഏരിയയിലേക്ക് എപ്പോഴാണോ അപ്പം കൂടുതലും ആ ഒരു സാഹചര്യങ്ങളിൽ ആ ഏരിയയിലേക്ക് 3 പീസ് ലൈൻ വരാൻ നിർബന്ധിതമാകും. കാരണം സ്മാർട്ട് മീറ്റർ വരുമ്പോൾ മിക്ക വീടുകളിലേക്കും 3 പീസിന്റെ കണക്ഷൻ ആവശ്യമായിട്ട് വരും. അങ്ങനെ വരുമ്പോൾ KCBക്ക് ഇതുകൊണ്ടുള്ള ഒരു ഗുണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമറിന്റെ എഫിഷ്യൻസി ഒക്കെ കൂടും. കാരണം 3 ലൈനിലും കൃത്യമായിട്ട് ബാലൻസിങ് വരും. ഒരുപാട് ടെക്നിക്കൽ ഇഷ്യൂസ് KCBക്കും കുറഞ്ഞു കിട്ടും. ഒരുപാട് പരാതികൾ കുറഞ്ഞു കിട്ടും. ഓക്കെ, അങ്ങനെയൊക്കെയുള്ള ഒരു കാര്യമുണ്ട്. അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും ഇനി ചെയ്യുന്ന വയറിങ്ങിൽ ഉറപ്പായിട്ടും കഴിയുമെങ്കിൽ അത് 3 പീസിൽ തന്നെ ചെയ്യുക എന്നുള്ളതാണ് ഈ ഇലക്ട്രീഷ്യന്മാരും പുതിയതായിട്ട് വീട് വെക്കുന്നവരൊക്കെ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ഇതൊരു നല്ലൊരു കാര്യം തന്നെയാണ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് വളരെ പ്രയോജനപ്പെടും. ഇനി വീട് വെക്കാൻ പോകുന്ന സുഹൃത്തുക്കൾക്ക് പ്രയോജനപ്പെടും. അപ്പോൾ മാക്സിമം വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കുക കേട്ടോ. പിന്നെ മറ്റ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. വയറിങ് ചെയ്യുന്ന സമയത്ത് നല്ല ക്വാളിറ്റി നിലനിർത്തിയത് കൊണ്ട് തന്നെ വയറിങ് ചെയ്യുക. ഈ സ്മാർട്ട് മീറ്ററിങ് വരുമ്പോൾ അതിനകത്ത് ചെറിയൊരു വേരിയേഷൻസ് വന്നാൽ പോലും ചിലപ്പോൾ കട്ട് ഓഫ് ആവാൻ സാധ്യതയുണ്ട്. അതായത് ഒരു ലീക്കേജ് കറണ്ടിന്റെ പ്രസൻസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ കട്ട് ഓഫ് ആവാൻ ചിലപ്പോൾ സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ അതായത് ഒരു എററായിട്ടോ ഒരു ഫോൾട്ടോ ആയിട്ടോ കാണിച്ചിട്ട് കറണ്ട് ചിലപ്പോൾ കട്ട് ഓഫ് ആവാൻ സാധ്യതയുണ്ട്. നമ്മുടെ RCCB ELCB ഒക്കെ വർക്ക് ചെയ്യുന്നില്ല, അതുപോലെയൊക്കെ വരാനൊരു സാധ്യതയുണ്ട്. പിന്നെ KSEBക്ക് ഈ മീറ്ററിനെ നമ്മൾ എങ്ങനെ വേണമെങ്കിലും കൺട്രോൾ ചെയ്യാൻ പറ്റും. ഒരു പ്രീപെയ്ഡ് ആയിട്ട് വേണമെങ്കിൽ കൺട്രോൾ ചെയ്യാം, പോസ്റ്റ് പെയ്ഡ് ആയിട്ട് കൺട്രോൾ ചെയ്യാം. അതായത് നമ്മുടെ മൊബൈലിനൊക്കെ നമ്മൾ പൈസ മുൻകൂർ അടച്ചിട്ട് കേബിൾ TV മൊബൈൽ അതൊക്കെ മുൻകൂർ അടച്ചിട്ട് നമ്മൾ കണക്ഷൻ എടുക്കുന്നത് പോലെ അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു സർവീസ് നിലനിർത്തുന്നത് പോലെ തന്നെ നമുക്ക് ഒരു മാസത്തേക്ക് എത്ര രൂപയ്ക്ക് അല്ലെങ്കിൽ എത്ര യൂണിറ്റ് വേണ്ടി വരും എന്നുള്ളത് കണക്കാക്കിക്കൊണ്ട് നമുക്ക് മുൻകൂർ പൈസ അടയ്ക്കാവുന്ന രീതിയിൽ ചെയ്യാൻ പറ്റും. ഇതൊക്കെ കൺസ്യൂമേഴ്സിന് ഇനി എങ്ങനെയാണ് പ്രതികൂലമായിട്ട് വരുന്നതെന്നൊന്നും നമുക്ക് അറിയത്തില്ല. അതായത് നമ്മൾ ഇത്ര രൂപ മൊബൈൽ ചാർജ് അല്ലെങ്കിൽ നമ്മൾ ഇത്ര മാസത്തേക്ക് ചാർജ് ചെയ്തിട്ട് നമ്മൾ ഉപയോഗിച്ചില്ലെങ്കിൽ ആ പൈസ നമ്മുടെ കയ്യിൽ നിന്ന് പോകും. ഇനി അതുപോലെയൊക്കെയാണോ സമ്പ്രദായം എന്നുള്ളതും എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. അതൊക്കെ ഇനി നിലവിൽ വരുന്ന നിയമങ്ങളിലൂടെ നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതുപോലുള്ള നല്ല നല്ല വീഡിയോകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഉറപ്പായിട്ടും 2-3 കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഒന്ന്, വീട് വയറിങ് ചെയ്യുമ്പോൾ 3 പീസ് വയറിങ് പരമാവധി ചെയ്യുക. പിന്നീട് ഒരു മാറ്റത്തിൽ നമ്മൾ വലിയൊരു വില കൊടുക്കേണ്ടി വരും. പിന്നെ നല്ല ക്വാളിറ്റിയിൽ തന്നെ വയറിങ് ചെയ്യിക്കുക. അതായത് ഏതെങ്കിലും തരത്തിലുള്ള ഫോൾട്ട് കറണ്ടോ മറ്റോ വരുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവിടെ മീറ്ററിൽ അത് കാണിക്കാനും അതൊരു ഫോൾട്ട് രേഖപ്പെടുത്തിക്കൊണ്ട് ചിലപ്പോൾ ലൈൻ കട്ട് ഓഫ് ആവാനൊക്കെ സാധ്യതയുണ്ട്. അതായത് വീട്ടിൽ കറണ്ട് ഇല്ലാതെ വരാനൊക്കെ സാധ്യതയുണ്ട്. നിലവിലെ സാഹചര്യം അനുസരിച്ച് നമുക്കിപ്പോൾ അങ്ങനെ ഒരു ലീക്കേജ് കറണ്ടൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ELCB RCCB ഒക്കെ ഡയറക്റ്റ് ചെയ്ത് വെച്ചിട്ടൊക്കെ അല്ലെങ്കിൽ ഐസൊലേറ്റർ കണക്ട് ചെയ്ത് ബൈപ്പാസ് ചെയ്തിട്ടൊക്കെ അത് ഓണാക്കി നിർത്താൻ പറ്റുന്നുണ്ട്. അത് തന്നെ അപകടകരമാണ്. ഇനിയിപ്പോൾ ഭാവിയിൽ സ്മാർട്ട് മീറ്റർ വരുമ്പോൾ എന്താണെന്ന് അറിയില്ല. അതുകൊണ്ട് വയറിങ്ങിന്റെ ക്വാളിറ്റി നല്ല ക്വാളിറ്റി തന്നെ ആയിരിക്കണം. നല്ല ക്വാളിറ്റിയിൽ എങ്ങനെ വയറിംഗ് ചെയ്യാമെന്ന് പഠിക്കുന്നതിന് വേണ്ടിയിട്ട് BS ഇലക്ട്രിക്കൽ സൊല്യൂഷൻസിന്റെ ഒരു ഓൺലൈൻ ക്ലാസ് ഉണ്ട്. ജോലിയൊക്കെ കഴിഞ്ഞിട്ടുള്ള സമയത്ത് നിങ്ങൾക്ക് ഈസി ആയിട്ട് പഠിക്കാവുന്ന വാട്സപ്പിലേക്കാണ് ക്ലാസ്സുകൾ വരുന്നത്. അപ്പോൾ അത് ഇലക്ട്രിക്കൽ ഇംപ്രൂവ്മെന്റ് ക്ലാസ് ആണ്. നമുക്ക് വർക്ക് പ്ലാൻ ചെയ്യാനും അതുപോലെ തന്നെ കേബിൾ സെലക്ഷനും ലോഡുകളെ പറ്റിയും സിംഗിൾ പീസ് 3 പീസ് വയറിങ്ങിനെ പറ്റിയൊക്കെ നല്ല രീതിയിൽ മലയാളത്തിൽ തന്നെ വിശദമായിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ കഴിയും. വളരെ ചെറിയൊരു ഫീസ് മാത്രമേ ഉള്ളൂ. ഓക്കെ, അതുപോലെ തന്നെ പിന്നെ ഇലക്ട്രിക്കൽ വരുന്ന കംപ്ലൈന്റുകൾ RCCB ട്രിപ്പിംഗ് ആണ് മെയിനായിട്ട് വരുന്നത്. അതുപോലെ ഉള്ള കംപ്ലൈന്റുകൾ കണ്ടുപിടിക്കുന്നതിനും അത് പരിഹരിക്കുന്നതിനൊക്കെ വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ ക്ലാസ്സും BS ഇലക്ട്രിക്കൽ സൊല്യൂഷൻസിന്റെ കീഴിൽ നടക്കുന്നുണ്ട്. അത് ഒരു ഓൺലൈൻ ക്ലാസ് ആണ്. നിങ്ങൾക്ക് ഫ്രീ ടൈം എപ്പോഴാണോ അപ്പോഴും പഠിക്കാൻ പറ്റുന്ന രീതിയിൽ ഈ 2 ക്ലാസ്സുകളെ പറ്റിയും കൂടുതൽ വിവരങ്ങൾ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ 9645540075 എന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതിയാവും കേട്ടോ. ഓക്കെ, അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. നന്ദി.